ഇത്തവണത്തെ നമ്മുടെ വിന്റർ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ജർമ്മനിയിലെ മ്യൂണിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹെൽസിംകിയിൽ നിന്ന് വൈകിട്ട് 4:20 നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു. നമുക്ക് പ്രീ ബോർഡിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കിച്ചുവിനെ വെച്ച് നമ്മൾ കൃത്യസമയത്ത് തന്നെ അകത്ത് കയറി. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ജർമ്മൻ സമയം ഏതാണ്ട് 6 മണിയോടുകൂടി നമ്മൾ മ്യൂണിക് എയർപോർട്ടിലെത്തി. ഇന്ന് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ടിക്കറ്റ് എല്ലാം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു. മ്യൂണിക് സിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്യണം. അപ്പോൾ ട്രെയിൻ കയറി നമ്മൾ റൂമിലേക്ക് പോവാണ്. സൂപ്പറേറ്റ് ബൈ വിന്താം എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്ത് നാളെ നമ്മൾ ജർമ്മനി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഹലോ, അപ്പോൾ ജർമ്മനിയിൽ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ആദ്യം ന്യൂറൻബർഗ് കാസിലും പിന്നെ ക്രിസ്മസ് മാർക്കറ്റും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് അവിടുന്ന് നമുക്ക് ടാക്സി റെന്റിന് എടുത്തിട്ട് വേണം പോകാൻ. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ ഈ മോട്ടോ ട്രെയിൻ കാണുന്നത്. ദൂര സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോഴുള്ള ട്രാഫിക്കും ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായി മോട്ടോ ട്രെയിൻ യൂസ് ചെയ്യുന്നത്. യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും മോട്ടോ ട്രെയിൻ സർവീസുകളുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ കാറൊക്കെ കിട്ടി. നമ്മളിത് നമ്മുടെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് നല്ല ലൈറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ. കിച്ചു കാർ സീറ്റിലായിരുന്നുകൊണ്ട് തന്നെ അധികം ബഹളമൊന്നും വെച്ചില്ല. നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. നമ്മുടെ മുന്നിൽ തന്നെ ആൽപ്സ് പർവ്വതനിരകൾ, 2 സൈഡും നല്ല പച്ച പുല്ല് വിരിച്ച പുൽമൈതാനങ്ങൾ. നമ്മുടെ സ്വിറ്റ്സർലൻഡ് ടെറൈനോട് ഏകദേശം സാദൃശ്യമുള്ള ടെറൈൻ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ലൈറ്റ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ കാണുന്ന പല ദൃശ്യങ്ങളും നമുക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് പകർത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്കാണ് ജർമ്മനിയിലെ ടെഗേൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് സിറ്റി ഉള്ളത്. ഈ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽപ്സ് പർവ്വതനിരകളോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണിത്. അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന ബ്ലൂ ലേക്കാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ലേക്ക് നമുക്ക് ബ്ലൂ കളറായിട്ട് തോന്നുമെങ്കിലും അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കിച്ചു അച്ഛനും കുറേ നേരം സിപ്പ് ലൈൻ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കിച്ചും കൂടെ വേറെ കുറേ റൈഡിലും കൂടെ കളിച്ചു. ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാൽസ്ബർഗ് പോകുന്ന ഇന്റർസിറ്റി ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഒരു ദിവസത്തെ സാൽസ്ബർഗിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെഗേൻസി കൂടി കാണാവുന്നതാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളത് ടെഗേൻസിൽ നിന്ന് നമ്മുടെ ന്യൂറൻബർഗിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. മധ്യകാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തിലെ പ്രധാന സാമ്രാജ്യത്വ കോട്ടകളിലൊന്നായിരുന്നു ന്യൂറൻബർഗ് കാസിൽ. അങ്ങനെ നമ്മൾ ന്യൂറൻബർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രാഫിക് കാരണം നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമുക്ക് കാസിൽ കാണാനുള്ള മോഹം നമ്മൾ ഉപേക്ഷിച്ചു. കാസിൽ 4 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മളിത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോകാം. നല്ല തിരക്കുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ ന്യൂറൻബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ്. 4 ഭാഗങ്ങളായിട്ട് ഈ ക്രിസ്മസ് മാർക്കറ്റ് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പോയത് കുട്ടികളുടെ ക്രിസ്മസ് മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. ക്രിസ്മസ് പപ്പ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ക്രിസ്മസ് പപ്പയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഫിൻലാൻഡിലൊന്നും ഞാൻ ഇത്ര അധികം തിരക്ക് എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിൻലാൻഡിലെ ക്രിസ്മസ് മാർക്കറ്റിനെ അപേക്ഷിച്ച് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫിൻലാൻഡിലെ ഫുഡ് ഐറ്റംസിനും ക്രാഫ്റ്റ് ഐറ്റംസിനും സൂനിയറുകളൊക്കെ ആയാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ പാപ്പാജീനായിട്ട് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും
ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ആ മോഹം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അവിടുന്ന് പ്രധാന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരു 4 മണിക്ക് ശേഷം ഇരുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റൊക്കെ വന്നപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകളും വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായിരുന്നു. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു കേട്ടോ അത്. അവിടുന്ന് തിരിച്ചുള്ള യാത്രയിൽ കിച്ചു ഭയങ്കര കൊട്ടും പാട്ടൊക്കെ ആയിരുന്നു കാറിലിരുന്നിട്ട്. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ആരംഭിക്കുകയാണ്. ഇത് നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്കല്ല നമ്മൾ ആദ്യം പോകുന്നത്. ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകളോട് സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ഒരുപാട് പുൽമേടുകൾ, അതുപോലെ തന്നെ ഒരു പള്ളിക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ ഇന്നും കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഓസ്ട്രിയോട് അടുക്കുന്തോറും കാലാവസ്ഥയിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് വന്നു തുടങ്ങി. പിന്നീട് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഒരുപക്ഷെ വിൻ്റർ ആയതുകൊണ്ടായിരിക്കും നമുക്കിവിടെ കന്നുകാലികളെ ഒന്നും കാണാൻ പറ്റാത്തത്. അല്ലെങ്കിൽ കന്നുകാലികളും അനുബന്ധമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയേനെ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ കൂടി വളരെ അതിമനോഹരമായിട്ടുള്ള ഭൂപ്രദേശം തന്നെയാണ് കേട്ടോ ഈ ഓസ്ട്രിയോട് ചേർന്ന് കിടക്കുന്ന. നമ്മൾ വീണ്ടും ഫിൻലാൻഡിലേക്ക് തിരിച്ചെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട്. കാരണം 2 സൈഡും നല്ല മഞ്ഞു കൂമാരങ്ങളൊക്കെ കൂടിയിട്ടുള്ള റോഡിലൂടെ ആയിരുന്നു പിന്നീട് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുക്കും തോറും തണുപ്പും അതുപോലെ തന്നെ മഞ്ഞും കൂടി കൂടി വന്നു. അങ്ങനെ ദീർഘദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ റാംസോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു പഴയൊരു പള്ളി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മഞ്ഞ് മൂടിയ പർവ്വതനിര, അതിന് തൊട്ട് താഴെ അതിനോട് ചേർന്ന് തുടങ്ങുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചെറിയൊരു അരുവി. അങ്ങനെ നമ്മൾ സീനറിയിലൊക്കെ കാണില്ലേ, അതുപോലുള്ളൊരു പിക്ചറായിരുന്നു നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയത്. നല്ല തണുപ്പായിരുന്നു ഇവിടെ. കുറച്ച് സമയം നമ്മളവിടെ ചിലവഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ദീർഘദൂര യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.